2023 മാർച്ച് 2 ആ ദിവസത്തിലാണ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് കത്തി നശിക്കപ്പെടുന്നത്. ഏകദേശം 13 ദിവസത്തിന് ശേഷമാണ് ആ ഒരു വലിയ പുകപടലമൊക്കെ സൃഷ്ടിച്ച് തീ അണയ്ക്കാൻ സാധിച്ചത്. 13 ദിവസങ്ങളാണ് ആ ഒരു തീ ശമനം തന്നെ നിർത്താൻ സാധിച്ചത്. എന്തായാലും ആ ഒരു കണ്ടന്റിനെ ആസ്പദമാക്കിക്കൊണ്ട് അനിൽ തോമസിൻ്റെ സംവിധാനത്തിൽ ഡോക്ടർ ടൈറ്റസ് പീറ്റർ നിർമ്മിച്ചുകൊണ്ട് കലാഭവൻ ഷാജോൺ പ്രധാന കഥാപാത്രമായ എത്തിയ ഇതുവരെ എന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. ആ സിനിമയുടെ വിശേഷങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2 ബെസ്റ്റ് എൻവയോൺമെൻറ്റൽ ഫിലിം അവാർഡ് ഈ സിനിമ നേടിയിരുന്നു. അത് ഒന്ന് കർണാടക ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും ഒന്ന് ദുബായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും പിന്നെ കൊൽക്കത്ത ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ സെലക്ഷൻ നേടിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 2 അവാർഡുകൾ ഈ സിനിമ ബെസ്റ്റ് എൻവയോൺമെൻറ്റൽ ഫിലിം എന്ന കാറ്റഗറിയിൽ ഇതുവരെ എന്ന സിനിമ നേടിയിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഞാൻ പറഞ്ഞില്ല, ഈ ബ്രഹ്മപുരം ഈ ഒരു കഥയാണ്, ഈ ഒരു സംഭവമാണ് ഈ സിനിമ പ്രധാനമായി എടുത്തിരിക്കുന്നത്. ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, കഷ്ടപ്പാടുകൾ, അവിടുത്തെ പ്രദേശവാസികൾ പോലും അല്ലാത്ത കുറച്ചധികം ദൂരം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ താമസക്കാരിൽ നിന്നും ആ ഒരു പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് ദൂരം മാറി നിന്ന് താമസിക്കുന്നവർക്ക് പോലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആണ് ഈ സിനിമ സംസാരിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. എന്തായാലും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ആ ബ്രഹ്മപുരം പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥ, അവരുടെ ഏറ്റവും മോശമായ അവസ്ഥകളെല്ലാം തന്നെ ഈ സിനിമ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് തോന്നി. കാരണം ചുമ്മാ വിഷയത്തെ ഒരു വൺ ലൈനിലൂടെ മാത്രമായി പറയാതെ ആ സിനിമ കുറച്ചുകൂടെ ഡീപ്പായിട്ട് സംസാരിച്ചുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടെ പഠനം, മുതിർന്നവരുടെ ആരോഗ്യം, ഇതെല്ലാം ഈ പല ആംഗിളുകളിൽ സംസാരിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇത് നമ്മൾ ഇങ്ങനെ സംസാരിക്കണം, ശരി, ഇത് കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ് എത്തിക്കാത്ത രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ മനോഹരമായൊരു കാര്യം തോന്നുന്നത്. അതായത് ജനങ്ങളെ ഇതാണ് കേട്ടോ, ഇത് സംഭവിച്ചു കേട്ടോ എന്നിങ്ങനെ പഠനമല്ല ഈ സിനിമ സംസാരിക്കുന്നത്. ആ ഒരു തിരക്കഥയുടെ ഫ്ലോയിൽ ഈ സിനിമ അങ്ങനത്തെ പല വിഷയങ്ങളും ചുറ്റിപ്പറ്റി ഇത് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. കാരണം ഇതൊരു ഡോക്യുമെൻ്ററി പോലെയോ അല്ലെങ്കിൽ ഇതൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു സിനിമയാക്കി മാറ്റാതെ ഒരു സിനിമാറ്റിക് ഫീല് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അനിൽ തോമസ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് തോന്നി. രണ്ടാമത്തത് ഇതിലെ അഭിനയ പ്രകടനങ്ങളുടെ കാര്യമാണ്. എല്ലാവരുടെയും ഒന്നും പറയുന്നില്ല, കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വന്നവരൊക്കെ അഭിനയിക്കാൻ വേണ്ടി തന്നെ പറയുന്നത് പോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആക്ഷൻ പറഞ്ഞോ, ഡയലോഗ് പറഞ്ഞോ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ സ്പോട്ടായിട്ടുള്ള അങ്ങനെ കേട്ട് പറയുക എന്ന രീതിയിൽ തന്നെയുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രകടനങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയത് കലാഭവൻ ഷാജോൻ്റെ പ്രകടനമാണ്. കലാഭവൻ ഷാജോൻ്റെ പേര് വിക്രമൻ നായരാണ്. നായർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നോക്കിയത്. വിക്രമൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഷാജോൺ അതിനാണ് ഇതിൽ സെൻട്രൽ കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഷാജോൺ അങ്ങനെ പൊളിച്ചെടുക്കാൻ മാത്രമുള്ള സീനുകൾ ഒന്നുമില്ല, പക്ഷെ മൈന്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അദ്ദേഹത്തിന് ഒരു സീനുണ്ട്, പ്രത്യേകിച്ച് ഞാൻ സ്പോയിലർ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്കൊരു സംഭവം ഉണ്ടാകുന്ന നിമിഷത്തിൽ അദ്ദേഹത്തിനൊരു സീനുണ്ട്. നമ്മൾ ആലോചിക്കാം, ആ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം വളരെ സൈലൻ്റായി നിന്നുകൊണ്ട് ഒരു 5 മിനിറ്റൊക്കെ പോകുന്നുണ്ട്. ദിവസങ്ങൾ കഴിയുന്നുണ്ട്. ഈ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാനസികമായി അദ്ദേഹം മാറി അവസാനം അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോകുന്നൊരു സീനുണ്ട്. നമ്മുടെ വിജയകുമാറിന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് കരയുന്ന സീൻ. അത് വല്ലാത്തൊരു ഹിറ്റിംഗ് സീനായിപ്പോയി. ഞാൻ ആലോചിച്ചിരുന്നു എപ്പോഴാണത് പൊട്ടുന്നതെന്ന്. നമുക്ക് ഇങ്ങനെ നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണത് വീഴുന്നതെന്ന് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സീൻ ഉണ്ടാക്കുന്നത് വിചാരിച്ചിരുന്ന അതേ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. ഷാജോൺ അടിപൊളിയായിട്ട് തന്നെ ആ കഥാപാത്രത്തെ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ സിനിമയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബാക്കി ആർട്ടിസ്റ്റുകൾ വിജയകുമാറുണ്ട്, പ്രേംപ്രകാശ് ഉണ്ട്, അങ്ങനെ കുറച്ച് പെക്യുലർ ആയിട്ടുള്ള ഫെമിലിയർ ഫേസസ് ഉണ്ട്. അല്ലാതെ ഒരുപാട് പുതുമുഖങ്ങളും ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ചെറിയ വിഷയങ്ങൾ പോരായ്മകളായിട്ട് തോന്നിയിട്ടുള്ളതിന് ഫസ്റ്റ് സീനിലൊക്കെ മഴ കാണിക്കുന്നുണ്ട്. അതിൽ ചെറിയ ഷോട്ടുകളൊക്കെ ഗ്രാഫിക്സിലാണ് ഈ മഴ പെയ്ക്കുന്നത് എന്നുള്ളത് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. ചില സീനുകളിലൊക്കെ അവർ അല്ലാണ്ട് മഴ പെയ്ക്കുന്നതായിട്ട് തോന്നുന്നു. പക്ഷേ നമ്മൾ ഈ CGയിൽ മഴ ചെയ്യുന്ന പരിപാടി കുറേ സിനിമകളിൽ ഇപ്പോൾ തന്നെ കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര അരോചകമാവുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാവാറുണ്ട്. എന്തായാലും ആ ഒരു സംഭവം കൂടി ചെറിയ പോരായ്മകളായിട്ടുള്ള ഒരു കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. പിന്നെ ഈ സിനിമ സ്വാഭാവികമായിട്ടും വളരെ സ്ലോയിലാണ് പോകുന്നത്. നല്ല
ഇഴച്ചഴച്ച് തന്നെയാണ് ഈ സിനിമ പോകുന്നത്. അത് ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അറിയാമെന്നുള്ള കാര്യമായിരുന്നു. ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള പോകുന്ന സിനിമയൊന്നുമല്ല. ട്രെയിലറിൽ തന്നെ ആ സിനിമയുടെ സ്വഭാവം എന്താണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അതൊന്നും പ്രതീക്ഷിക്കാതെ ഒരു സ്ലോ പേസിൽ തന്നെയാണ് സിനിമ പോകുന്നത്. ഞാൻ പറയുന്നത് അത് പ്രതീക്ഷ പോകാവുള്ളൂ, അല്ലാതെ ഭയങ്കര ക്വിക്കായിട്ട് സാധനങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന പരിപാടിയല്ല. ആ ഒരു മീറ്ററിൽ അവർ പിടിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അധികം ബോറടിപ്പിക്കാത്ത തരത്തിൽ ആ ഒരു മീറ്റർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില സമയങ്ങളിലൊക്കെ ഇതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ പോലെ ഇത് പെട്ടെന്നൊരു ഫാസ്റ്റ് ജംപ് കട്ട് ചെയ്തിട്ട് ഇത് എങ്ങോട്ടാണ് പോണത്, ഇതെന്ത് ഈസിന് ഇപ്പോൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തമ്മിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ലല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന 2-3 മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ പെട്ടെന്നായിട്ട് 2 സീനുകൾ ഒക്കെ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളത് തോന്നിയത് ഒഴിച്ചാൽ ഈ എൻവയോൺമെൻറ്റൽ ഫിലിം ഈ അവാർഡ് കിട്ടുന്നതിന് അതിന് 100% അർഹതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ ഒരു വിഷയത്തെ അവർ ഗ്രാഹ്യമായി തന്നെ പഠിച്ച് മനസ്സിലാക്കി അതൊരു സ്ക്രീൻ പ്ലേ ആക്കി അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ജനങ്ങളൊക്കെ തന്നെ വളരെയധികം പഠിക്കുകയും നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെ നടന്ന ഒരു വിഷയങ്ങളൊക്കെ തന്നെയാണല്ലോ. ഇപ്പോഴും അതിൻ്റെ പരിഹാരങ്ങളൊന്നും നടന്നിട്ട് പോലുമില്ല. പകുതി കൂടുതൽ ഇപ്പോഴും ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ജഡ്ജിമാരെല്ലാവരും കൂടി ആ സ്ഥലത്ത് പോയി വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അതിൻ്റെ സംഭവങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും അതിൻ്റെ പരിഹാരം പൂർണ്ണമായിട്ടൊന്നും ആയിട്ടില്ല. ഇപ്പോഴും എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പകുതി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് വേഗത്തിലൊരു മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും തീരാത്തത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്കും അതിൻ്റെതായ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ ഇതാണ് ഇതുവരെ എന്നുള്ള സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. സിനിമ വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഈ വിഷയത്തെ മാത്രം സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി അറിയണം, അല്ലെങ്കിൽ അതിനൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇതുവരെ എന്ന സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.